നമ്മളിന്ന് പോകുന്നത് SM സ്ട്രീറ്റിലേക്കാണ്, അല്ലെങ്കിൽ മുട്ടായി തെരുവിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഒരു റീസൺ നമ്മൾ മുട്ടായി തെരുവ് പോകാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓണം ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ പാൻറ്റ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ടോപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പാൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കോഴിക്കോട് ബസ് കയറിയാണ്ട് കോഴിക്കോട് ഇറങ്ങി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലുണ്ട് ഈ ഒരു ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിനെ കുറിച്ച് കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ കയറിയപ്പം തന്നെ അതിൻ്റെ അങ്ങോട്ടങ്ങോട്ടോ പോയി സ്വർണ്ണം എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചായ കാപ്പി കിട്ടിട്ടോ, നമ്മളത് കാപ്പിയും കുറിച്ച് സുഖമായിട്ട് ഉടക്കം പോകുമ്പോൾ വരണം. അതാണ് വന്നിട്ട് നേരെ പോയി കണ്ട് മുട്ടായി തെരുവ് കയറി കണ്ട് കഷ്കയ്ക്കാണ് നേരെ നമ്മൾ പോയിട്ടുള്ളത്. ഞാൻ കഷ്കയെ കുറിച്ച് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കഷ്കനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ലേ. അപ്പം നമ്മുടെ ഇപ്പം ഓണം പ്രമാണിച്ച് നല്ലൊരു ഓഫേഴ്സും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കളക്ഷൻസും വന്നിട്ടുണ്ട്. അവിടെ നല്ല സ്റ്റോക്ക്, പുതിയ സ്റ്റോക്സ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓണം നമ്മുടെ ഓണത്തിന് നമ്മൾ കോടി എടുക്കുമല്ലോ, ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ബെസ്റ്റ് സ്ഥലമാണത്. കാരണം അവിടുത്തെ ബഡ്ജറ്റ് തന്നെയാണ്, അവിടുത്തെ ബഡ്ജറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വില കുറവിലാണ് അവരെല്ലാം വിളിക്കുന്നത്. ക്രോപ്പ് ടോപ്പ് ഭയങ്കര വിലക്കുറവാണ്. ഓണം പ്രമാണിച്ച് നല്ല പുതിയ സ്റ്റോക്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും അവിടെ പോകാം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഓണം ഔട്ട്ഫിറ്റ്സ് കിട്ടും. അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയി നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മുടെ അമ്മയ്ക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കയറി, അങ്ങനെ ഒരു ഡ്രസ്സ് ഷോപ്പിൽ കയറി അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇവിടെയൊക്കെ നല്ല വിലയാണ്, നല്ലൊരു പാർട്ടി വെയേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ ഓടി കണ്ട് നമ്മൾ വീഡിയോ എടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ മുട്ടായി തെരുവിലേക്ക് ഒന്നും കൂടെ കറങ്ങാറിഞ്ഞ് നമ്മൾ ചോറ് നിന്നിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. എന്നിട്ട് അടുത്ത് എൻ്റെ അച്ഛൻ്റെ വാച്ചൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേന്. 99 ഉറുപ്പ്യാണ് ആയത്. കറങ്ങാത്ത വാച്ച് കറക്കി അങ്ങനെ നന്നാക്കി തന്നു. അങ്ങനെ നമ്മൾ 99 ഉറുപ്പ്യ വാങ്ങി. പിന്നെ ഇവിടെ ഭയങ്കര ലാഭം വാങ്ങി. എന്തൊരു ലാഭം അവിടെ! ഇവിടെ ഉണ്ടല്ലോ 150 രൂപയ്ക്ക് 2 പലാസ പാൻറ്റാണ് ഉണ്ടായിരുന്നത്. നമ്മളത് മേടിച്ച് നമ്മളോണ്ട് ഇറങ്ങി. പിന്നെ അവിടെ നിന്നും കുറച്ച് നേരം തണ്ടി തിരിഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നമ്മുടെ പണി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇനി പോകാവുന്നത്, ഇനി അവിടെ കൂടെ നടന്നിട്ട് നമുക്ക് ഇനി എങ്ങോട്ട് പോകണം. ഇതാണ് നമ്മുടെ ഫറോക്ക് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ഒരു പോവാം. പിന്നെ നമ്മൾ ഫറോക്ക് ബസ് കയറി ഫറോക്ക് ബസ് പിന്നെ ബസ് പിന്നെ അവിടെ പ്രീതിയിൽ കയറി. പ്രീതിയിൽ എന്ന് വെച്ചാൽ ഭയങ്കര രസമെടുക്കാൻ വേണ്ടി നമ്മൾ പ്രീതിയിലേക്ക് കയറി. അപ്പോൾ രസം പിന്നെ അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് വെച്ചാൽ ഒരു ടച്ചപ്പ് ഒക്കെ ഉണ്ട് ചെയ്ത് എൻ്റെ പയ്യാവും. അപ്പം നല്ല ബോധത്തിൻ്റെ വരട്ടെ. ഈ കുട്ടിയുണ്ട് ഫോണിൽ കളിക്കും, കുട്ടികളൊക്കെ ഫോണിൽ. നാളെ കാണാം.